ഡി.കെ. ശിവകുമാറിന് മുമ്പിൽ ഇതാ വീണ്ടും ബി.ജെ.പിക്ക് അവരുടെ വാ മൂടിക്കെട്ടേണ്ട അവസ്ഥ വരികയാണ്. വർഗീയത മാത്രം വിളമ്പി ബി.ജെ.പി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഭരണം കൈയാളുമ്പോൾ ദക്ഷിണേന്ത്യയിലെ കർണാടക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിൽ നിന്നും ബി.ജെ.പിയെ കെട്ടുകെട്ടിക്കുകയും കോൺഗ്രസിന് കൈ കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഇവിടെ ബി.ജെ.പി അവരുടെ ഭരണകാലത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ന്യൂനപക്ഷത്തെ സിദ്ധരാമയ്യ കോൺഗ്രസ് സർക്കാർ ചെറുത്തുപിടിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. അതിൽ പിടിച്ചവർ വലിയ ലഹളയ്ക്ക് കോപ്പുകൂട്ടുമ്പോഴാണ് ഡി.കെ ആഞ്ഞടിക്കുന്നത്. ഇതോടെ വാപ്പൊത്തി അവിടെ ഇരിക്കാൻ മാത്രമേ ബി.ജെ.പിക്കാർക്കാവുന്നുള്ളൂ. സർക്കാരിന്റെ നിർമ്മാണ കരാറുകളിൽ സംവരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ല എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി.കെ. ശിവകുമാർ പറയുന്നുണ്ട്. സർക്കാരിന്റെ ടെൻഡറുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ബാധകമാണെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. KTPP നിയമത്തിൽ ഭേദഗതി വരുത്താൻ കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം പയറ്റുകയാണ് എന്നായിരുന്നു ഈ തീരുമാനത്തോടുള്ള ബി.ജെ.പിയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഡി.കെ. ശിവകുമാർ തന്നെ എത്തുന്നത്. 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമാണെന്ന് ആരാണ് പറഞ്ഞത്? സംവരണം ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ, ജൈനർ, പാഴ്സികൾ, സിഖുകാർ എന്നിവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ലഭിക്കുമെന്നായിരുന്നു ഡി.കെ. ശിവകുമാർ കൃത്യമായി പറഞ്ഞത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിർമ്മാണ കരാറുകളിൽ സംവരണം നൽകാനുള്ള നിയമ ഭേദഗതി നടത്തിയതും ഡി.കെ. ശിവകുമാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 കോടി രൂപയിൽ താഴെയുള്ള പദ്ധതികൾക്കാണ് സംവരണം ബാധകമാകുകയെന്നും ഡി.കെ. വ്യക്തമാക്കുകയാണ്. വലിയ പദ്ധതികൾക്ക് സംവരണം ബാധകമാകില്ലെന്നും കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ ബി.ജെ.പിക്ക് വാ മൂടിയേ മതിയാവൂ. ഞങ്ങൾ ആരുടെയും അവകാശം കവരുന്നില്ല, പക്ഷേ മറ്റുള്ളവരുടെയും ജീവിത സുരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും ഡി.കെ. വ്യക്തമായി പറയുന്നുണ്ട്. കരാറുകാർക്ക് സംവരണം ഏർപ്പെടുത്തിയത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് ബി.ജെ.പിയുടെ വിമർശനത്തോടും ഡി.കെ. പ്രതികരിക്കുന്നുണ്ട്. അവർ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ എന്നായിരുന്നു ഡി.കെ. ഈ കാര്യത്തോട് പ്രതികരിച്ചത്. 2 കോടിയിൽ താഴെയുള്ള കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കരാറുകാർക്ക് 4% സംവരണം നൽകാനായി നിയമം ഭേദഗതി ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം PTI റിപ്പോർട്ട് ചെയ്തിരുന്നത്. നേരത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂനപക്ഷ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് കരാർ ലഭിക്കുന്നതിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം വിഭാഗം സിദ്ധരാമയ്യ സർക്കാരിന് നേരത്തെ നിവേദനവും നൽകിയതായിരുന്നു. നിയമസഭയിലും ഭേദഗതി ബിൽ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിലും ഉപരിസഭയായ കൗൺസിലിലും ഭേദഗതി പാസ്സായാലേ തീരുമാനം നടപ്പിലാക്കാനാവൂ.